വചനം 30 വാക്കർത്ഥം. ഖുദൂഹു അവനെ പിടിക്കുവീൻ, ഫഗുല്ലൂഹു എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ. ഖുദൂഹു ഫഗുല്ലൂഹു അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31 വാക്കർത്ഥം. സുമ്മ പിന്നെ, അൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ, സ്വല്ലൂഹു അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ. സുമ്മൽ ജഹീമ സ്വല്ലൂഹു പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32 വാക്കർത്ഥം. സുമ്മ ഫീ സിൽസിലത്തിൻ പിന്നെ ഒരു ചങ്ങലയിൽ, ദർഉഹ അതിൻ്റെ നീള അളവ്, സബ്ഊന ദിറാഅ 70 മുഴമാണ്. ഫസ്ലുകൂഹു അവനെ പ്രവേശിപ്പിക്കുവീൻ. ثم في سلسلة ذرعها 70 ذراعا فاسلكوه പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33 വാക്കർത്ഥം. ഇന്നഹു കാന നിശ്ചയമായും അവനായിരുന്നു, ലാ യുഅ്മിനു വിശ്വസിക്കാതെ, ബില്ലാഹി അല്ലാഹുവിൽ, അൽ അലീം മഹാനായ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34 വാക്കർത്ഥം. വലാ യഹുദ്ദു അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല, അലാ ത്വആമിൻ ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്, അൽ മിസ്കീൻ സാധുവിന്, പാവപ്പെട്ടവൻ്റെ, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35 വാക്കർത്ഥം. ഫലൈസലഹു ആകയാൽ അവനില്ല, അൽയൗം ഇന്ന്, ഹാഹുന ഇവിടെ, ഹമീം ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36 വാക്കർത്ഥം. വലാ ത്വആമുൻ ഭക്ഷണവുമില്ല, ഇല്ലാ മിൻ ഗിസ്ലീൻ ഗിസ്ലീനിൽ നിന്നല്ലാതെ, വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവും ഇല്ല. വചനം 37 വാക്കർത്ഥം. ലാ യഅ്കുലുഹു അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല, ഇല്ലൽ ഖാത്തിഊൻ പിഴച്ചവർ അല്ലാതെ, തെറ്റു ചെയ്തവർ അല്ലാതെ. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അതു ഭക്ഷിക്കുകയില്ല. വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇത്രയും കഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ 2 കാരണം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ. എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ
അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25-ാം അധ്യായം 23-ാം വചനത്തിൽ അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സ്രഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹുദ്ദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ ദുർനീരാണതെന്നത്രേ അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്.